ഹലോ ഫ്രണ്ട്സ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളൊന്നായ കപ്പൽ എന്നാണ് അൾട്രാ ലാർജ് വെസലുകൾ നമ്മുടെ പോർട്ടിൽ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയർന സീരീസിലെ കപ്പൽ MSC ടർക്കിയെ വന്നപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞ അയർന സീരീസിലെ കപ്പൽ വരുന്നു. സാക്ഷാൽ അയർന തന്നെ നമ്മുടെ പോർട്ടിലേക്ക് ഉടാൻ എത്താൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംഗപ്പൂർ പോർട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ MSC അയർന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ, ഇനി കപ്പലുകളൊന്നല്ല കപ്പൽ തന്നെ നമ്മുടെ പോർട്ടിലേക്ക് വരാൻ പോകുന്നു. ഇതാ നമ്മുടെ കപ്പൽ ഇപ്പോൾ സിംഗപ്പൂർ പോർട്ടിലാണ്. നമുക്ക് ഡീറ്റെയിൽ എടുക്കാം. ഡീറ്റെയിൽ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡെസ്റ്റിനേഷൻ MSC അയർന എന്ന് വ്യക്തമായിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ പോർട്ട് ടു ട്രിവാൻഡ്രം പോർട്ട്. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 30/5/2025 7:15 PM നമ്മുടെ പോർട്ടിലേക്ക് വരാൻ പോകുന്നത്. ഡെസ്റ്റിനേഷൻ മാറ്റിയപ്പോൾ, അതായത് സിംഗപ്പൂർ പോർട്ടിൽ നിന്നും നമ്മുടെ വിഴിഞ്ഞം അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ മാറ്റിയപ്പോഴുള്ള കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 14.7 മീറ്ററാണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 26/5/2025 2:44 PM ആണ്. ഇനി വെറും 4 ദിവസം കൊണ്ട് നമ്മുടെ പോർട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഡെസ്റ്റിനേഷനിലൂടെ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ, നമ്മൾ ഫസ്റ്റ് മുതലേ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുണ്ടായിരുന്നു, ആദ്യത്തെ നമ്മുടെ വീഡിയോ, അതായത് നമ്മുടെ ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ ക്രെയിന് കൊണ്ടുവരുമ്പോഴും ആദ്യമായി വന്ന സാൻ ഫെർണാണ്ടോ നമ്മുടെ കണ്ടെയ്നർ ഷിപ്പ് നമ്മുടെ പോർട്ടിൽ വന്നപ്പോഴും നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഇത് ആഴക്കടൽ പോർട്ടാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്കും അനായാസേന ബർത്ത് ചെയ്യാൻ പറ്റുന്ന പോർട്ടാണ് നമ്മുടെ പോർട്ടെന്ന് നമ്മൾ ലോകത്തോട് ഉറച്ച് വിളിച്ചു പറഞ്ഞപ്പോഴും നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വരും, അത് സാധ്യമായിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എന്നറിയപ്പെടുന്ന MSC അയർന നമ്മുടെ പോർട്ടിലേക്ക് വരാൻ പോവുകയാണ്. സിംഗപ്പൂർ പോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പ് അവസാനമായിട്ട് കയറിയത് ഏത് പോർട്ടാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ മാപ്പിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ആരോ മാർക്കിലൂടെ. ഇത് MSC ജെയ്ഡ് സർവീസിലെ കപ്പലാണ്. ഈ ജെയ്ഡ് സർവീസിലെ കപ്പൽ നമുക്ക് എല്ലാവർക്കും സൗത്ത് കൊറിയയിലെ ബുസാൻ പോർട്ടിൽ നിന്നാണ് കപ്പൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഷാങ്ഹായിലെ പോർട്ടിൽ കയറി. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന നിംബോ പോർട്ട്, ഷാങ്ഹായിൽ നിംബോ പോർട്ട്, പിന്നെ ചൈനയിലെ തന്നെ രണ്ടാമത്തെ പോർട്ടിൽ. അതിനുശേഷം നിലവിൽ യാൻഷ്യൻ പോർട്ടിൽ കയറിയതിന് ശേഷമാണ് സിംഗപ്പൂർ പോർട്ടിലേക്ക് കപ്പൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ സിംഗപ്പൂർ കഴിഞ്ഞ് മലേഷ്യയിലെ മലാക്ക കടലെടുക്ക്, ഇതെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. കാരണം നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ട്രെയിന് കൊണ്ടുവരുന്നതും കണ്ടെയ്നർ കൊണ്ടുവരുന്നതും ഇതേ വഴി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ കപ്പലും ട്രാഫിക് ഏറ്റവും കൂടുതലുള്ള ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടാണ് നമ്മൾ ഈ കാണുന്ന മലാക്ക കടലെടുക്കിലൂടെ കടന്നു പോകുന്നത്. അതിനുശേഷം കപ്പൽ നേരെ ആൻഡമാൻ സീയിൽ കയറിയതിനു ശേഷം ബേ ഓഫ് ബംഗാളിലെത്തി നമ്മളെ കാണുന്ന ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിലേക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC അയർന വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പോർട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. നമ്മുടെ ഇപ്പോൾ നമുക്ക് വർക്ക് നോക്കുമ്പോൾ വർക്ക് വളരെ ഓൾഡ് വർക്കായിട്ട് തോന്നും. കാരണം ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഗൂഗിൾ എർത്താണ് സപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം ഈ പ്ലേസ് എല്ലാം, അതിനാൽ വർക്ക് വളരെ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ കപ്പലുകളെല്ലാം അപ്ഡേഷൻ തന്നെയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലും നമ്മുടെ പോർട്ടിലേക്ക് വരുന്നു. നമുക്ക് MSC അയർനയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഡീറ്റെയിലേക്ക് പോകുമ്പോൾ IMO നമ്പർ 9929429, ഫ്ലാഗ് ലൈബീരിയയാണ്. ഇനി നമുക്ക് നോക്കാം. കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ ഡീറ്റെയിൽ എല്ലാവർക്കും അറിയാം. 399.9 മീറ്ററാണ് ഷിപ്പിൻ്റെ ലെന്ത്. ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത് 61.3 മീറ്ററാണ്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 22.9 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 18.86 മാക്സിമം സ്പീഡിൽ പോകാൻ സഞ്ചരിക്കുന്നത് 22.5 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് ഏകദേശം 24,346 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാനായി സാധിക്കും. അതിൽ 2026 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലാണ് നമ്മുടെ പോർട്ടിലേക്ക് ഉടൻ വരാൻ പോകുന്നത്. ഡെസ്റ്റിനേഷൻ തന്നെ മാറ്റിയിരിക്കുന്നു. ഡെസ്റ്റിനേഷൻ മാറ്റിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ധാരാളം കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളൊന്നായ MSC അയർന സീരീസിലെ ധാരാളം കപ്പലുകൾ വന്നിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ അയർന തന്നെ ഡെസ്റ്റിനേഷൻ നമ്മുടെ പോർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയാണ്. ഇനി MSC അയർന ഓരോ സ്ഥലത്തെത്തുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മളീ കാണുന്ന സിംഗപ്പൂർ പോർട്ട്. ഇവിടെ നിന്നാണ് ഡെസ്റ്റിനേഷൻ മാറ്റിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നുകൂടി നമുക്ക് ആ സന്തോഷ വാർത്ത എല്ലാവരും അറിയിക്കാം. സിംഗപ്പൂർ ടു ട്രിവാൻഡ്രം, തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളതും കാണാൻ സാധിക്കുന്നു. തിരുവനന്തപുരത്തിലെ ഇന്ത്യയുടെ ഫ്ലാഗ് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത് നമ്മുടെ പോർട്ട് കൊണ്ട് തന്നെയാണ്. ധാരാളം കപ്പലുകൾ നമ്മുടെ പോർട്ടിലേക്ക്
വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്ന. ഇന്ത്യയുടെ ഫ്ലാഗ് ഇനിയും വാനോളം ഉയരും നമ്മുടെ പോർട്ട് കൊണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന MSU അയർണ തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽ ലഭിക്കുന്നതനുസരിച്ച് തീർച്ചയായിട്ടും അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.